ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബുകൾ പറഞ്ഞാണ് അവർക്ക് ജനറൽ സർവീസ് ബ്രേക്ക് ചെക്ക് ചെയ്യണം. ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യുക. ഫ്രണ്ട് സൗണ്ട് ഉണ്ട്, ബ്രേക്ക് പാഡിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട്. എൻജിൻ ഓവർ ഹീറ്റിംഗ് പറയുന്നുണ്ട്. പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക. എത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് പാഡ് തീർന്നിട്ട് പ്ലേറ്റ് കയറി ഒരേണ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ചെയിൻ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ബാക്ക് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കിട്ടിയായിരുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറ്റി നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ലൈനർ ഉരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റേത് അതും പൊടിയും കൂടുതലായിട്ട് വരുമ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്താൽ നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ പുതിയ ടയറാണ്. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയ ലൂസുണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം. പുതിയ ചെയിനാണ് കേട്ടോ. എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ്. അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററും ആ കിടക്കുന്ന പ്ലഗ്, സ്പാർക്ക് പ്ലഗ്, അതും കൂടി നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 12.80 അതിൻ്റെ റേഞ്ച് കാണിക്കുന്നത്. ലോഡ് കൊടുക്കുമ്പോൾ 9.10 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഓയിൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ 100% നമുക്ക് ഈ കളർ നോക്കിയിട്ടൊന്നും ഓയിലിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല. നോക്കുമ്പോൾ പൊടിക്ക് ലെവൽ കുറവുണ്ട്. 8 അടിഭാഗത്ത് വരെ ഉള്ളൂ ഓയിൽ. അത് കാര്യമായിട്ടുള്ള അഴുക്കുന്ന ആവറേജ് കളർ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ് ശരി. കാരണം ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഉൾഭാഗമൊക്കെ അത്യാവശ്യം കാർബൺ കരി പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓയിൽ ശരിക്കും മാറ്റി കളയണമെന്നാണ് ഏറ്റവും ബെറ്റർ. അതിന് ശേഷം നിങ്ങൾ കിലോമീറ്റർ റീഡിങ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് എൻജിൻ ഓയിൽ മാറ്റേണ്ടി വരിക കേട്ടോ. അപ്പോൾ അത് നമുക്ക് 100% നോക്കിയിട്ട് ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് കളർ മാറാൻ നിൽക്കരുത്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം കറുത്തിട്ട് മാറ്റാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഓയിൽ പോകുന്ന ഭാഗമൊക്കെ അഴുക്ക് പിടിച്ചിരിക്കും. പിന്നീട് നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുമ്പോഴും ഈ ഓയിലിൻ്റെ പ്രത്യേകത വെച്ചാൽ ലൂബ്രിക്കേഷൻ മാത്രമല്ല, എൻജിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീനിങ് ചെയ്യാന്നുള്ള പ്രോസസ്സും കൂടി ഉണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള അഴുക്ക് വന്ന സമയത്ത് നമ്മളിപ്പോൾ പുതിയ ഓയിൽ ഒഴിച്ചാലും പെട്ടെന്ന് ആ അഴുക്ക് അതിനകത്ത് അബ്സോർവ് ചെയ്യും. ആ ഓയിൽ വീണ്ടും ആ ക്വാളിറ്റി മോശമായിട്ടുള്ള ഓയിലായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ ഓയിൽ എപ്പോഴും നമ്മൾ ഓരോ 3000 കിലോമീറ്ററിലും നിർബന്ധമായിട്ടും ചെയ്യുക. അത് എൻജിൻ ഓയിൽ വേറെ ഒരു വർക്ക് ചെയ്തില്ലെങ്കിലും എൻജിൻ ഓയിൽ മാത്രം കറക്റ്റ് ടൈമിൽ മാറിയാൽ തന്നെ എൻജിൻ ലൈഫ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. ബാക്കിയത്തെ വർക്ക് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞാൽ, മീൻസ് അത് ഓയിൽ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കാർബറേറ്ററുമായി പ്രത്യേകിച്ച് കംപ്ലയിൻസുകൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നിലവിൽ ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. ഇപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാമെന്നതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. കാരണം ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 99%. നമ്മൾ ഓവർഫ്ലോ നീഡിലൊക്കെ മാറ്റിയിടാമെന്നൊക്കെ പറയും, ഒരു കാര്യമില്ല, ചൊവ്വ ആവാറില്ല. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കാം. അപ്പോൾ പരമാവധി ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. മിസ്സിങ് കാണിക്കും എന്നാലും ഉപയോഗിക്കുക. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കും എന്നാലും ഉപയോഗിക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ മാറ്റി പുതിയ കാർബറേറ്റർ വെച്ചാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന സ്ഥിതിയൊക്കെ ഇത് തന്നെ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും സെയിം തന്നെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ നിലവിലൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ ഇന്ന് കാണിക്കാം, ചിലപ്പോൾ നാളെ കാണിക്കാം, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കാണിക്കാം, ചിലപ്പോൾ 4 മാസം കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റ് വരുമെന്നുള്ള ദിവസം 100% ഉറപ്പാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്തോരം കാലാവധി നീട്ടി കിട്ടുമെന്നുള്ള കേസിൽ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഞങ്ങളിപ്പോൾ ഡെയിലി ഫേസ് ചെയ്തിരിക്കുന്ന കംപ്ലയിൻറ്റ് ഇതായതുകൊണ്ടാണ് നമ്മൾ പറയണത്. ജനറൽ സർവീസ് ചെയ്ത് പോയതിന് ശേഷം വൈകുന്നേരത്തെ ഓവർഫ്ലോ ആണ് 2 ദിവസമായിട്ടുള്ള വർക്ക് ചെയ്തിട്ട് ഇതേ പെട്രോൾ താഴേക്ക് ചാടി പോകണം, എന്ത് വർക്ക് ചെയ്തതെന്നൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, നമ്മളിതുമായി ബന്ധപ്പെട്ട് യാതൊരു വർക്കും ചെയ്യുന്നില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വണ്ടിക്ക് ഒന്നും ചെയ്യാറില്ല നമ്മൾ. കാരണം ചെയ്ത് കഴിഞ്ഞാലും പണിയാണ്, ചെയ്യാണ്ടിരുന്നാലും പണിയാണ്. അപ്പോൾ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ അത്രയും പൈസ കുറച്ചല്ലേ ചിലവാകുള്ളൂ. അതാണ് നിലവിലത്തെ അവസ്ഥ കേട്ടോ. ഞാൻ പറഞ്ഞെന്നുള്ളൂ. കംപ്ലയിൻറ്റ് പ്രതീക്ഷിച്ചോ, കംപ്ലയിൻറ്റ് ഉറപ്പായിട്ടും വരും. ഇന്ന് നിലവിൽ നമ്മളൊന്നും അഴിക്കില്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ, അതായത് ബ്രേക്ക് പാഡ് സെറ്റ് തീർന്നിട്ട് കയറി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ആ പ്ലേറ്റുമ്പോൾ പിടിച്ച് ഒരഞ്ഞോടിയാണെന്നാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് മാറണം. ഇതിനകത്ത് നമ്മളുണ്ടല്ലോ, അത് ഈ പ്ലേറ്റിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്നാമത് ഇവിടെ ഒരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ട്, അപ്പോൾ അതാണ് ആ ലിവറുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ കാണിക്കുന്നത്. ഇവിടെ ഡിസ്ക് പ്ലേറ്റ് ചെറിയൊരു പിടുത്തക്കുറവുണ്ട്. അതായത് ബാക്കിയത്തെ എല്ലാ ഭാഗം പിടിക്കുന്നുണ്ട്, ഇവിടെ മാത്രം ടച്ച് ആവണില്ല.
പിന്നെ അതിൻ്റെ ഇന്നർ ഭാഗം ഇത് നമുക്കിപ്പോൾ ഔട്ടർ പുറമേ നിന്ന് നോക്കുമ്പോൾ ഓക്കെയാണ്. ഉൾഭാഗത്ത് നോക്കി കഴിയുമ്പോണ്ടല്ലോ, ഉൾഭാഗത്ത് ഇപ്പോൾ ഒരു 3.5 അതിൻ്റെ 3.5 mm തിക്നെസ്സുള്ള പ്ലേറ്റാണത്. അത് ശരിക്കും ഇവിടെ തേയ്മാനം വന്ന് പോയിട്ട് ഏകദേശം ഒരു 3 mm, 1/2 mm കൂടുതൽ ശരിക്കും പറഞ്ഞാൽ തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാറ്റിയിടുന്ന ബ്രേക്ക് പാഡിന് മാക്സിമം ലൈഫ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ തൽക്കാലം ഉപയോഗിക്കാം. കുറേ കൂടി കംപ്ലയിൻ്റ് ഒക്കെ വന്ന സമയത്ത് നമുക്കത് മാറ്റി പിന്നീടൊക്കെ മാറ്റണ സമയത്ത് ഈ പ്ലേറ്റും കൂടി മാറ്റിയിട്ട് ബ്രേക്ക് പാഡ് ഇടുക, അതാണ് നടക്കുള്ളൂ. ഏകദേശം 1000 രൂപ മുകളിൽ ഈ പാഡ് സെറ്റിന് മാത്രം വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ വരും. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ പരമാവധിയൊക്കെ വണ്ടി വെക്കുന്ന സമയത്ത് നൈറ്റൊക്കെ വണ്ടി വെക്കുമ്പോൾ കൂടുതൽ സമയമൊക്കെ വെക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓവർഫ്ലോ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയണത് പെട്രോൾ ലോക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ലോക്ക് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ അത്രയും ലോഡ് കുറഞ്ഞിരിക്കും കേട്ടോ. കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ടാങ്കിലുള്ള പെട്രോൾ അതിനകത്ത് സേഫായിട്ട് കൊടുക്കും. നേരെ മറിച്ച് കാർബറേറ്ററുള്ളതായാലും ഓവർഫ്ലോ ആയിട്ട് കംപ്ലൈൻറ്റ് വന്നാൽ ഓവർഫ്ലോ ആയിട്ട് കാർബറേറ്ററുള്ളത് പോവുള്ളൂ. ഇതല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിലുള്ള അടക്കം പോയി എംറ്റി ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.